മകൻ കാളിദാസിന്റെ താലികെട്ടൊഴികെയുള്ള ബാക്കി വിവാഹ ചടങ്ങുകളെല്ലാം നടൻ ജയറാമും കുടുംബവും ആഘോഷമാക്കിയത് ചെന്നൈയിലാണ്. മരുമകൾ തരിണിയുടെ കുടുംബവും ബന്ധുക്കളുമെല്ലാം ഭൂരിഭാഗവും ചെന്നൈയിലാണ് എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തോടെ തുടക്കമിട്ട ചടങ്ങുകൾക്ക് പിന്നാലെ ഇപ്പോഴിതാ ഇന്നലെ രാത്രിയും വർണ്ണാഭമായ വിവാഹ റിസപ്ഷൻ ആഘോഷത്തിലായിരുന്നു കാളിദാസും താരിണിയും. വിവാഹാഘോഷത്തിന്റെ തുടർച്ചയായിട്ടാണ് അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഈയൊരു കുഞ്ഞു റിസപ്ഷൻ ഇന്നലെ നടന്നത്. അതിൻ്റെ ആഘോഷ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കും എത്തിയിരിക്കുന്നത്. പേസ്റ്റൽ പിങ്ക് നിറത്തിലുള്ള ചോളിയാണ് താരിണി ഈ ആഘോഷത്തിനായി തിരഞ്ഞെടുത്തത്. കുഞ്ഞു റോസാപ്പൂക്കൾ ചേർത്താണ് ലോങ് സ്കേർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ സ്ലീവ്ലെസ് ബ്ലൗസാണ് ടോപ്പായി ധരിച്ചിരിക്കുന്നത്. നെറ്റിൻ്റെ ഷോൾ കഴുത്തിന് പിന്നിലൂടെ എടുത്ത് മുൻപോട്ട് പിൻ ചെയ്തപ്പോൾ മറ്റൊരു ഭംഗിയാണ് താരിണിക്കത് സമ്മാനിച്ചത്. വെളുത്ത മുത്തുകൾ പിടിപ്പിച്ച വലിയ ആൻറ്റിക് നെക്ലേസാണ് പ്രധാന ആഭരണമായി തരിണി ധരിച്ചത്. സിമ്പിൾ വളകളും ചെറിയ കമ്മലുകളും മാലയുടെ ഭംഗി എടുത്തുകാട്ടുകയും ചെയ്യുന്നുണ്ട്. പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഓവർകോട്ട് ഷെർവാണിയാണ് കാളിദാസിന്റെ വേഷം. സുഹൃത്തുക്കൾക്കൊപ്പം പഞ്ചാബി നൃത്തം ചെയ്തും പാട്ടുപാടിയും ആഘോഷമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആരാധകരും ഏറ്റെടുക്കുന്നത്. അതേസമയം ഇന്ന് ജയറാമിൻ്റെ 60ാം പിറന്നാളാണ്. അതിൻ്റെ സർപ്രൈസ് ആഘോഷങ്ങളും വീട്ടിൽ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം നാളെ 11ാം തീയതിയും കാളിദാസിൻ്റെയും തരിണിയുടെയും വിവാഹ റിസപ്ഷൻ നടക്കുമെന്നാണ് വിവരം. ഗുരുവായൂരിലെ താലികെട്ടിന് ഒരു ദിവസം മുന്നേ എത്തിയ ജയറാമും കുടുംബവും ചടങ്ങ് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ചെന്നൈയിലേക്ക് മടങ്ങിയിരുന്നു. ഗൃഹപ്രവേശനവും മറ്റും അന്ന് വൈകിട്ട് തന്നെ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് അതിവേഗം താരകുടുംബം യാത്ര തിരിച്ചത്. ഉച്ചയ്ക്ക് 2:30-ക്കായിരുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള വിമാനം. തുടർന്ന് 4 മണിയോടെ കുടുംബം ചെന്നൈയിലെത്തുകയും ചെയ്തു. അവിടെ നിന്നും 5 മണിയോടെയാണ് എല്ലാവരും വളശ്ശരവാക്കത്തെ ജാനകി നഗറിലുള്ള ജയറാമിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. പിന്നീട് രാഹുകാലം കഴിയാനുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ മിനിറ്റുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രാഹുകാലം കഴിഞ്ഞ് 6 മണിയോടെയാണ് പാർവതി കത്തിച്ചുവച്ച നിലവിളക്കുമായി എത്തിയത്. ആരതി ഒഴിഞ്ഞ നിലവിളക്ക് കൈമാറി വയലറ്റ് സാരിയിൽ അതീവ സുന്ദരിയായ തരിണിയെ കൈപിടിച്ചു കയറ്റുകയായിരുന്നു പാർവതി. ഇതോടെയാണ് ജാനകി നഗറിലെ ജയറാമിന്റെ വീട്ടിലേക്ക് മരുമകളായിട്ടല്ല, ശരിക്കും മകളായി തന്നെ തരിണി കയറിയത്. ഇതാദ്യമായല്ല തരിണി ഈ വീട്ടിലേക്ക് എത്തിയത്. മുൻപ് പലതവണ താരിണി ഇവിടെ വരികയും താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായി വന്നത് 2 വർഷം മുമ്പുള്ള ഓണനാളിലായിരുന്നു. അന്നാണ് ആദ്യമായി തരിണിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രം കാളിദാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും പ്രണയത്തിന്റെ സൂചനകൾ നൽകിയതും. 2 ദിവസം നീണ്ട വിവാഹത്തിന്റെയും ആഘോഷങ്ങളുടെയും തിരക്കിലായിരുന്നു ജയറാമും കുടുംബവുമെല്ലാം. 3 വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് കാളിദാസിന്റെയും തരിണിയുടെയും വിവാഹം കഴിഞ്ഞത്. ചെന്നൈയിൽ സുഹൃത്തുക്കളുടെ ഒരു ഗെറ്റ് ടുഗദറിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത്. കൃത്യം 1 വർഷം കഴിഞ്ഞുള്ള തിരുവോണദിന ചിത്രത്തിലാണ് തരിണിയെ ചേർത്ത് പിടിച്ചുള്ള കാളിദാസനെ കണ്ടത്. ഇതോടെയാണ് ഈ പെൺകുട്ടി ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും വ്യാപകമായത്. എന്നാൽ അന്ന് കാളിയുടെ അടുത്ത സുഹൃത്ത് മാത്രമാണ് എന്നായിരുന്നു പറഞ്ഞത്. തുടർന്നാണ് ദുബായിൽ 7 ദിവസം ഒരുമിച്ച് കഴിഞ്ഞതിൻ്റെ ചിത്രങ്ങളെല്ലാം പങ്കുവച്ച് തൻ്റെ കാമുകിയാണ് ഇതെന്ന് കാളിദാസ് വെളിപ്പെടുത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.